ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ശത്രു ആൻ്റണിയാണിപ്പോൾ. മറ്റെല്ലാ ശത്രുക്കളും മാറി നിൽക്കുകയാണ്. പക്ഷേ ആൻ്റണി പ്രത്യക്ഷത്തിൽ തന്നെ വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞു. സച്ചിയോടും രേവതിയോടും വൈരാഗ്യത്തിൻ്റെ കൂമ്പാരമാണ് കേട്ടോ. അയാൾ മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ആൻ്റണിയേട്ടാ, ശരത്ത്, നീ എന്താ ഈ സമയത്ത് വന്നത്? ഓ, ചുമ്മാ വന്നതാ. എന്നാ നീ ഇരിക്കുക. ഇന്ന് കിട്ടിയ കളക്ഷനൊക്കെ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. നീ കൈ ശരിയായ ശേഷം ജോലിക്ക് ഇറങ്ങിയാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ. ഓ, വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല. അതുകൊണ്ടാ. ആൻ്റണിയേട്ടാ, എനിക്ക് കൂടി കുഴച്ചൊഴിക്കാനായിട്ട് പറ. എന്താ, വെള്ളമടിച്ചിട്ട് നിനക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? നിൻ്റെ അമ്മയൊക്കെ ഉള്ളതല്ലേ, അവരറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഞാൻ വിളിച്ചാൽ വാതിൽ തുറന്ന് പെട്ടെന്ന് ചെന്ന് കിടക്കും. ദേവ് വീട്ടിലില്ല, രേവതി ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. നിന്റെ ദേവ ചേച്ചി എന്തിനാ രേവതി ചേച്ചിയുടെ വീട്ടിൽ പോയത്? അതിന് അവിടുത്തെ അമ്മായിയമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ. എന്നിട്ട് ഈ 500 മാലയുടെ കഥ പറയുകയാണ് കേട്ടോ. മാത്രമല്ല മദ്യപിക്കുകയും ചെയ്യുവാണ് നമ്മുടെ ശരത്ത്. സച്ചേട്ടൻ പിടിച്ചു കൊടുത്ത വലിയ ഓർഡറിനെ കുറിച്ചും നാളെ രാവിലെ 500 മാല കൊടുക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഈ ആൻ്റണി അറിഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആൻ്റണി മറ്റു ഗുണ്ടകളെ കണ്ണു കാണിക്കുകയാണ്. ശരത്ത്, നീ ഒഴിച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ 3 പേരും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അതെ, അവൻ പറഞ്ഞത് 2 പേരും കേട്ടല്ലോ അല്ലേ എന്ന് ആൻ്റണി ഗുണ്ടകളോട് ചോദിക്കുക. സച്ചിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവന് വലിയ ലാഭം കിട്ടും. അവൻ എന്നെ അടിച്ചതിന് പകരം വീട്ടാൻ ഒരവസരം കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് പറ്റിയ സമയം. അപ്പോൾ എന്താ പ്ലാൻ? അവൻ്റെ 500 മാലകൾ നാളെ കല്യാണ മണ്ഡപത്തിലെത്താൻ പാടില്ല. അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. എന്നോട് എതിർത്തിട്ട് വിജയകുമാർ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? ഒരു ക്രിമിനൽ മനസ്സുള്ള രാഷ്ട്രീയക്കാരനാ. അദ്ദേഹത്തെ ആരെങ്കിലും ചതിച്ചാൽ ആ ചതിക്കുന്നവൻ പിന്നെ ജീവനോടെ കാണില്ല. വിവാഹം നടക്കേണ്ട സമയത്തിനകം മാല മണ്ഡപത്തിലെത്തിയില്ല എങ്കിൽ സമൂഹ വിവാഹം നടക്കില്ല, സച്ചിപ്പെടും. ആളുകളൊക്കെ വന്നിട്ട് വിവാഹം നടന്നില്ലെങ്കിൽ വിജയകുമാർ സാറിനാണ് അതിൻ്റെയൊക്കെ അപമാനം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ കൈയും കാലും വെട്ടും. മാല മണ്ഡപത്തിലെത്താൻ പാടില്ല. എന്തായാലും നിങ്ങൾ വേണ്ട, പുതിയ ആളുകളെ ഇറക്കി വേണം ചെയ്യാൻ. അങ്ങനെ ആൻ്റണി വലിയ പ്ലാനിങ്ങിലാണ്. പക്ഷേ മാല ഇവിടെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ടോട്ടൽ എത്ര എണ്ണമായി? ഇപ്പം 348 മാലയായി. അപ്പം ഇനി 152 മാലയും കൂടെ കെട്ടണമല്ലേ? നേരം വെളുക്കുന്നവരെ ഇരിക്കേണ്ടി വരുമല്ലോ. എന്തായാലും ആകെ ഒരു വെപ്രാളമൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതിക്ക്. എല്ലാവരും നല്ല ക്ഷീണത്തിലാണെന്ന് മനസ്സിലായിട്ടോ. ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ നല്ല ക്ഷീണത്തിലാണെന്ന് രവീന്ദ്രനും എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. രവീന്ദ്രൻ പറഞ്ഞെന്നാൽ റെസ്റ്റ് എടുത്തിട്ട് കേട്ടാം. വേണ്ട, റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതാ. രേവതി മാത്രം ഒരു റെസ്റ്റും ഇല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷ ചോദിച്ചു, നിങ്ങൾക്ക് കൈയും കാലൊന്നും വേദനിക്കുന്നില്ലേ? അതെ, ഇതൊക്കെ ശീലമായില്ലേ വർഷേ, ഇപ്പോൾ വേദനയൊന്നും അറിയത്തില്ല. രാവിലെ ആ വേദന അറിയാം. ശ്രുതി ചേച്ചി ഉണ്ടല്ലോ, എല്ലാവരെയും മസാജ് ചെയ്യാനായിട്ട് ശ്രുതി ചേച്ചിയോട് പറഞ്ഞാൽ മതി, വേദനയൊക്കെ പമ്പ കിടക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അമ്പടി ചിഞ്ചിനാക്കടി, ഇനി ശ്രുതിയെ കൊണ്ട് എല്ലാത്തിനും തിരുമിക്കാനാ. ശ്രുതിയുടെ ചെവി പറയുക, ഞാനെന്താ തീരെ നിലവാരമില്ലാത്ത മസാജ് സെൻറ്റർ നടത്തുന്നവളാണ് ഇവളുമാർക്കൊക്കെ മസാജ് ചെയ്യാനായിട്ട്. അതെ, നമുക്ക് പതുക്കെ മുറി പോയി ഉറങ്ങാം, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം നമ്മൾ കേൾക്കേണ്ടി വരും. അല്ല, എല്ലാവരും ഇവിടെ ഇരിക്കുകയല്ലേ, നമ്മൾ മാത്രം പോയി കിടന്നാൽ എന്ത് വിചാരിക്കും എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുക. നിങ്ങളിങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ടയേർഡാവുക എന്ന് നമ്മുടെ വർഷ പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, എൻ്റെ മുതുക് വേദനിക്കുന്ന ശ്രുതി, ഒന്ന് വന്ന് മസാജ് ചെയ്ത് തന്നെ. അതെ, എൻ്റെ മരുമോളോടാ നീ ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മ വേണം. അതെ, ഇവളുടെ ജോലിയല്ലേ. അതെ, ജോലിയൊക്കെ പാർലറിൽ, ഇവിടെ ഒരു ജോലിയില്ല എന്ന് ചന്ദ്രമതി മരുമോൾക്ക് കൂട്ടുന്നെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഒരു ചേച്ചി ഇരുന്നുറങ്ങി. ഇരുന്നുറങ്ങല്ലേ, നീ ഉറങ്ങുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും ഉറക്കം വരും. അതെ ചേച്ചി, വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ ഉറക്കം ഉളച്ചിരുന്ന് മാല കിട്ടുമ്പം ഉറക്കം വരാതിരിക്കാനായിട്ട് നമ്മൾ ഗെയിം കളിക്കാറില്ലേ എന്ന് ദേവ് ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്തു ഗെയിം? മിക്കവാറും അന്താക്ഷരി കളിക്കും. അയ്യോ, അക്ഷരി കളിച്ചാൽ അവസാനം അടിയാവും. അത് വേണ്ട, ഓരോരുത്തരായിട്ട് പാടാം. പൂക്കളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ പാടാം. അത്തരം പാട്ടൊക്കെ പാടാൻ അറിയാത്തവർ ഔട്ടാകും. അതാണ് ഗെയിം. എന്നാൽ ശരി, കൊള്ളാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടാൻ തുടങ്ങുക. പാട്ടും ഡാൻസൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഇത് തീർത്തിട്ടൊന്ന് പോകാൻ നോക്കുക. പാട്ടേ പാടുന്നുള്ളൂ, ഡാൻസ് വേണമെങ്കിൽ ആൻറ്റി കളിച്ചോ എന്ന് ദേവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും
ചുമ്മാ ഇരിക്കും ദേവു എന്ന് രേവതി. ദേവു അമ്മ ഡാൻസ് കളിച്ചാലേ ഈ വീട് കുലുങ്ങും, അതുകൊണ്ട് വേണ്ട കേട്ടോ. എന്തായാലും നമുക്ക് ഗെയിം തുടങ്ങാം. ആദ്യം രേവതി ചേച്ചി പാടെ. അങ്ങനെ ഗെയിം തുടങ്ങുകയാണ്. രേവതിയാണ് പാട്ട് പാടുന്നത്. അങ്ങനെ പാട്ട് പാടുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ പൂ കൂട്ടി, അതായത് ഒരു പൂവിൻ്റെ പേരുള്ള പാട്ട് പാടണം എന്നൊക്കെയായിരുന്നു ഇവരുടെ നിബന്ധന. പക്ഷേ ഇവൾ പാടി തുടങ്ങിയപ്പോൾ അതിൽ പൂവിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവൾ ഇടയ്ക്ക് മുതലാട്ടോ പാടി തുടങ്ങിയത്. ഒരു ചെമ്പനീർ പൂവിരുത്ത് തുടങ്ങിയ പാട്ടാണ് പാടിയത്. എല്ലാവരും കൈകൊട്ടുകയൊക്കെ ചെയ്യാണ്. അതിനുശേഷം സച്ചിയുടെ കൂടാണ് കേട്ടോ. എന്തായാലും സച്ചി നല്ല ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ പാടുന്നത്. അതും രേവതിയെക്കുറിച്ചുള്ളൊരു പാട്ട്. രേവതിയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. സച്ചി എല്ലാവരും അഭിനന്ദിക്കുക. അതിനുശേഷം വർഷ പറഞ്ഞു ഭാമാൻ്റിയോട് പാടാനായിട്ട്. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, വർഷയല്ല ദേവു പറഞ്ഞു കേട്ടോ, ഭാമാൻ്റി ഇനി പാടിക്കേ. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഭാമയ്ക്ക് പാടാനൊന്നും അറിയത്തില്ല, അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ഭാമയും നല്ലൊരു പാട്ട് പാടുകയാണ്. എന്തായാലും വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു, ശ്രീകാന്ത് നിനക്ക് പാട്ട് വല്ലതും അറിയാവോ? പിന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് പൂക്കൾ എന്ന് തുടങ്ങുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് പാട്ടുണ്ടല്ലോ, രണ്ടുപേരും കൂടെ പാടി അങ്ങോട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ആ പാട്ട് പാടുമ്പോൾ എല്ലാവരും അതിൽ ലയിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പാട്ട് മാത്രമല്ല, ആ ഡാൻസിനോടൊപ്പം തന്നെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുകയാണ് ബാക്കിയുള്ളവരും കൊടുക്കി. അതിനുശേഷം ദേവുവിനോട് പാടാൻ പറയുന്നുണ്ട്. ദേവു നല്ല കിടിലനായിട്ട് പാടുന്നുണ്ട്. പൂങ്കാറ്റിനോട് കഥകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ, ഇത് പറഞ്ഞാൽ തന്നെ ആൾക്കാർ എന്നെ തല്ലിക്കൊല്ലും. ഇങ്ങനെയാണോ ഇവിടെ ഒരു പാട്ട് പരിചയപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കും. അവസാനം വർഷ ചന്ദ്രമതിയോട് പാടാനായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പാടാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് നീ നല്ല പാട്ടൊക്കെ പാടുമായിരുന്നല്ലോ, പൂക്കളെക്കുറിച്ചുള്ള പാട്ടൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്നാ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായാലും നീ പാടിയേ പറ്റുള്ളൂ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു പാട്ട് പാട് എന്ന് രവീന്ദ്രൻ പറ. നല്ല ശബ്ദമോ ചന്ദ്രയുടെ എന്നൊക്കെ പറഞ്ഞപ്പം സച്ചി സൈഡിലിരുന്നിട്ട് തള്ളു എന്ന് അങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വർഷ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഉറപ്പായിട്ടും പാടിയേ പറ്റുള്ളൂ, പ്ലീസ് ആൻറ്റി പാടാൻറ്റി എന്നൊക്കെ പറയാണ്. അതെ, എന്നാൽ ഞാനൊരു പാട്ട് പാടാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയും പാടാൻ തുടങ്ങുകയാണ്. ഏത് പാട്ട് ഞാൻ പാടും? പൂക്കളെപ്പറ്റിയുള്ള പാട്ടൊന്നും എനിക്കറിയാൻ പാടില്ല. വേണ്ട, കിട്ടി എന്നാ പറ എന്നാ പാട്, അടിപൊളി പാട്ട് പാടാൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ വന്ന് ചന്ദ്രമതിയെ പിടിച്ചുകൊണ്ട് രവീന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്താണ്. അന്നേരം പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്നുള്ള പാട്ടാണ് പാടുന്നത്. എന്തായാലും ശ്രുതിയോടൊരു പാട്ട് പാടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ശ്രുതി പാടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി തടയാണ്. എന്നാൽ പിന്നെ ഞാൻ പാടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, പറ്റത്തില്ല, നീ പാടിയേ പറ്റുള്ളൂ എന്ന് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാനും ശ്രുതി ചേർന്നൊരു ഡുവറ്റ് പാടാം, നമ്മുടെ അച്ഛൻ പറഞ്ഞതല്ലേ. ശരിയാ, അവൻ മാത്രം പാടിയ സഹിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നറിയാം, അതാ അവളെയും കൂടെ കൂട്ടിയത്. എന്തായാലും രണ്ടുപേരും പാടിക്കോളാൻ പറഞ്ഞു കേട്ടോ. ശ്രുതി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ. അങ്ങനെ പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പാടുകയാണ്. അവസാനം രവീന്ദ്രൻ ഒരു പാട്ടുമാണ്. രവീന്ദ്രൻ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. പാട്ട് പാടി നമ്മുടെ രവീന്ദ്രൻ ഇമോഷണലായി പോയി. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു പാട്ട് പാടുകയാണ്. പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള പാട്ട്. അങ്ങനെ ആ പാട്ട് പാടി എല്ലാവരും തകർത്ത് ഡാൻസും കളിച്ച്, ചിലരൊക്കെ ഇരുന്ന് ഡാൻസ് കളിച്ച്, അങ്ങനെ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അയ്യോ, ഇന്നത്തെ കഥയ്ക്കകത്ത് ഒരു കഥയില്ലാതായിപ്പോയല്ലോ ഭഗവാനെ. പാട്ടും കൂത്തും മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ പാട്ട് കേൾക്കാൻ നല്ലത് ഒരു കുന്തോ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, എല്ലാ ദിവസവും ഇടുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്